गाड़ी फंस गया है यहाँ पे. हाँ ये गाड़ी फंस गया. अरे ये गाड़ी फंस गया इधर पर. ബ്ലോക്കായി പോയി. സ്നോ മാറ്റാനുള്ള വണ്ടികളാണ് ലൈവായിട്ട് ഇങ്ങനെ സ്നോ മാറ്റിക്കൊണ്ടിരിക്കും റോഡിൽ നിന്ന്. എങ്ങനെയുണ്ട് യാസേ? അടിപൊളി. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ മഞ്ഞുമലകൾ ഇങ്ങനെ കാണുകയാണ് അവിടെ. ഓ ഏതാ ലെവല്. ലാസ്റ്റ് പോയിന്റ് ആണ് കണ്ടോ. ബങ്കേഴ്സ് ആൻഡ് ടൂറിസ്റ്റ് വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ് ഇൻ ദിസ് പോയിന്റ്. ഇവിടെ വരെ ടൂറിസ്റ്റ് വെഹിക്കിളിൽ അലൗഡ് ആവുള്ളൂ. ഇതാണ് 0 പോയിന്റ്. അവിടെ നോർത്ത് സിക്കിമിൽ ലാച്ചുങ്ങിലായിരുന്നു 2 ദിവസം സ്റ്റേ. അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് യുംതാങ് വാലി 0 പോയിന്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ഈ അമിതാഭ് ബച്ചൻ വാട്ടർഫാൾസ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഫോഗായി. യുംതാങ് വാലിയിലെ ഒരു പാൻ യൂസ് ടോയ്ലറ്റ് നോക്കി റൂഫിൽ നിറച്ചും സ്നോ. ഇവിടെ വീടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സ്നോ പെയ്തിട്ട് ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ചെയിൻ ഇടും സ്നോയിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിന്ന് ഗാങ്ടോക്ക് നിന്ന് ചെക്കൗട്ട് ചെയ്ത് നോർത്ത് സിക്കിമിലേക്കുള്ള യാത്രയിലാണ്. ഈ ഒരു ദിവസം മുഴുവൻ യാത്ര തന്നെയായിരുന്നു. പോകുന്ന വഴി ഒരുപാട് സൈറ്റ് സീയിങ് ഉണ്ട്. നിർത്തണ്ട 1 വെഹിക്കിൾ അറ്റ് എ ടൈം. നമ്മൾ നോർത്ത് സിക്കിമിൻ്റെ എൻട്രി പോയിൻ്റ് ആണ്. ഇവിടെ വെൽക്കം ടു നോർത്ത് സിക്കിം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ലാച്ചുങ്ങിലേക്ക് പോകുന്ന ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ള നിൽക്കാണിത്. ഒരു വാട്ടർഫാൾസാണ്. ആദ്യത്തെ സൈറ്റിങ് 7 സിസ്റ്റർ വാട്ടർഫാൾസ്. 7 തട്ടായിട്ടാണ് വരുന്നത്. 2 തട്ട് ഇവിടുന്ന് കാണുന്നുള്ളൂ, ബാക്കി മുകളിലാണ്. നോർത്ത് സിക്കിമിലേക്കുള്ള യാത്ര ഇത്തിരി അഡ്വഞ്ചറസ് ആണ്. മലൻ്റെ സൈഡിൽ കൂടെയാണ്. ചില തരത്തിൽ ലാൻഡ്സ്ലൈഡ് എല്ലാം ഉണ്ട്. പോകുന്നിടത്ത് കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് ചായ കുടിക്കാം. അടിപൊളി യാത്ര തന്നെയായിരുന്നു. ഇത്തവണത്തെ സിക്കിം ട്രിപ്പിലെ ഡ്രൈവർമാരാണ്. ചില ഏരിയയിലൊന്നും റോഡില്ല. ലാൻഡ്സ്ലൈഡിലെല്ലാം പോയിട്ടുണ്ട്. ഒരു സൈഡ് റോഡ് പോകാൻ തോറും മറ്റേ സൈഡിൽ റോഡ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. 2024 ഈ പാലം പൊളിഞ്ഞു. പാലം അവിടെ പകുതി അടിച്ച് നിൽക്കണം. അപ്പുറത്തേക്ക് പോകുന്നില്ല പാലം. അവിടെ നിൽക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക. അപ്പുറത്ത് വേറെ പാലം പകരം അവിടെ ഉണ്ടാക്കി വെച്ചു. തേങ് ടണൽ THENG. വൈപ്പർമാരാണ്. ഇവിടെ വൈപ്പർമാരാണ്. തൂങ് വില്ലേജിലാണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റ്. അമിതാഭ് ബച്ചൻ ഫാൾസ്. എന്തോരം ഉയരാണ്. മോൾക്ക് കോടാരം കാണുന്നില്ല. ഭയങ്കര ഉയരത്തിലുള്ള ഫാൾസ് ആയതുകൊണ്ട് ബച്ചൻ ഫാൾസ് ഒക്കെ. ഓ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ. ഓ എൻ്റെ അമ്മോ, ഇതൊക്കെ വേറെ ലെവലാണ്. ലാച്ചുങ് എന്നുള്ള നമ്മളെ സ്റ്റേ ആണ്. ബാൽക്കണിയിൽ എങ്ങനെയുണ്ട് യാസേ? അടിപൊളി. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ മഞ്ഞുമലകൾ ഇങ്ങനെ കാണുകയാണ് അവിടെ. ഓ ഏതാ ലെവല്. റൂമൊക്കെ എന്താ പറയുക, കിഡില്ല റൂമാണ്. അടിപൊളി റൂമാണ്. കിഡില റൂമല്ലേ? സൂപ്പർ റൂംസ്. ലക്ഷറി റൂംസ് ആണ്. ലക്ഷറി വ്യൂ ആണ്. അപ്പുറത്ത് കാണിക്കാം. അവിടെ കച്ചറയാണ്. ഇതെന്ന് തുറന്നാൽ മഞ്ഞിലേക്കാണ്. മഞ്ഞുമലയിലേക്ക് ഫേസ് ചെയ്യുന്ന റൂം നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടോ അല്ലേ? അറിയണു? അടിപൊളി വ്യൂ അല്ലേ? സ്നോ കവേർഡ് മൗണ്ടൻ വ്യൂസ് ആണ്. ഹെലിപ്പാഡൊക്കെയാണ് നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ കാണുന്ന തണുപ്പ് ഒഴിവാക്കാൻ ഇവരിങ്ങനെ കത്തിക്കും. ഒരു ചുറ്റുഭാഗം നിന്ന് വർത്താനൊക്കെ പറയാം. ചൂട് അകറ്റ് നല്ല ചൂടാണ് ചുറ്റും. ചിക്കൻ ഉണ്ട്, സബ്ജി ഉണ്ട്, ദാലുണ്ട്, ജീര റൈസ് ഉണ്ട്, പിന്നെന്താ സാലഡ് ഉണ്ട്, ചോറുണ്ട്. ലാച്ചുങ് പോലീസ് ചെക്ക് പോസ്റ്റ് ആണ്. നമ്മൾ 5 സ്ഥലത്ത് ഈ ചെക്ക് പോസ്റ്റിൽ ഈ പാസ് കാണിക്കേണ്ടതുണ്ട്. ഓരോ വണ്ടിക്കും ഓരോ വെഹിക്കിൾസിന് അതാത് വണ്ടിക്ക് അലോട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നാണ് റൂൾ. എന്നുണ്ടെങ്കിൽ മിക്സപ്പ് ചെയ്ത് കയറാം. ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ റൂൾ അതാണ്. പോലീസ് ചെക്ക് പോസ്റ്റിൽ പാസ് കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇന്നത്തെ യാത്ര യുംതാങ് വാലി ആൻഡ് 0 പോയിന്റിലേക്കാണ്. യുംതാങ് വാലിയിൽ നമ്മൾ നിർത്തിയില്ല. നേരെ 0 പോയിന്റിലേക്ക് പോയി. അവിടെ കയറ്റമാണ്. കയറ്റം കൂടുന്തോറും സ്നോ കൂടി വരുന്നുണ്ട്. സ്നോയിൽ ചെറുതായിട്ട് വണ്ടി ഇങ്ങനെ സ്കിഡാവുന്നൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, നമ്മുടെ സീസൺ ബോയ്, നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറാണ് ഞാൻ. സലിബായ്, ഇതേ റോഡിലൊക്കെ ഐസാണ്. ഐസ് ഇങ്ങനെ മാറ്റിയിട്ട് വേണം പോകാനായിട്ട്.
നോർത്ത് സിക്കിമിലേക്കുള്ള യാത്രയിലാണ്. യുംതാങ് വാലിയിലാണ് ഇപ്പോൾ ഉള്ള 0 പോയിന്റിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ എന്താ പറയുക വെച്ചാൽ സ്നോ കൊണ്ട് ഫുള്ള് മൂടിക്കിടക്കുകയാണ്. ഒരു ഭയങ്കര അനുഭവം തന്നെയായിരുന്നു സിക്കിം. സംഭവം വിന്റർ അല്ല, അപ്പോൾ ഇവിടുത്തെ സമ്മറിലാണ്. എന്നിട്ട് പോലും മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. കൈ ഐസോ ആ കളിക്ക് നിൽക്കല്ലേ, കൈ ഫ്രീസിങ് ആവും. പ്ലീസ് 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 ആദ്യം ഗ്ലൗസ് अभी जन्नत देखो. अरे सिक्किम इंडिया का जन्नत देखो ना, पूरा बर्फ है ये वाला, पूरा बर्फ. कितना सुंदर भूमि है ना ये. मस्त मस्त है, एक नंबर. ये सर ഇത് ഇവിടെ സ്നോ മാറ്റാനുള്ള വണ്ടികളാണ്. ലൈവായിട്ട് ഇങ്ങനെ സ്നോ മാറ്റിക്കൊണ്ടിരിക്കും റോഡിൽ നിന്ന്. ഇത് വണ്ടിയിലൊക്കെ സ്നോ ആണ്. देखो ये गाड़ी फंस गया है यहाँ पे. ये गाड़ी फंस गया. अरे ये गाड़ी फंस गया इधर पर, तो ब्लॉक ആയി പോയി. ഈ സ്നോ പതിച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീയിലുള്ള യാത്ര അടിപൊളി അനുഭവമായിരുന്നു. ചില ആളുകളൊക്കെ പറഞ്ഞു ഇതുവരെ പോയാൽ വെച്ച് ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പാട്ടൊക്കെ പാടുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ ഭായി. ये रहा आपका 0 पॉइंट. मतलब इंडिया चाइना का बॉर्डर है. अभी इधर चाइना का वो लिखा हुआ है ना 0 वाला. चाइना का बॉर्डर नहीं है, ये 0 पॉइंट है. ഓക്സിജൻ്റെ അളവ് ഇച്ചിരി കുറഞ്ഞു വരുന്നുണ്ട്. അതിനുള്ള പ്രിക്കോഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. इधर चाय मिलेगा. वो टीका गाड़ी किधर है ബിർജി? ഇന്നെ ആ സ്നോ കൂടെ നടന്നു വാ. 0 പോയിന്റ് എത്തുന്നതിന് മുന്നേ തന്നെ നിർത്തി തലങ്ങും വിലങ്ങും ഫോട്ടോ എടുപ്പായിരുന്നു. അത്രയ്ക്കും രസമുള്ള, എങ്ങോട്ട് ക്യാമറ വെച്ചാലും അടിപൊളി ഫോട്ടോസ് വീഡിയോസ്. 0 പോയിന്റ് എന്നുള്ള ബോർഡെല്ലാം കണ്ട് ഞങ്ങള്. അപ്പൊ അറ്റ് ലാസ്റ്റ് വി ഹാവ് അക്കംപ്ലിഷ്ഡ് അവർ മിഷൻ. നമ്മളെ ടിവിയിൽ അവിടെ ഇരിക്കുന്ന സാനിയുണ്ട്, വാര്യണ്ട്, നാസർ മാഷുണ്ട്, റഹ്മാനൊക്കെയുണ്ട്, നൂബുണ്ട്, अरे लास्ट पॉइंट है ये ആ കണ്ടു നമ്മളൊരു ബംഗാളി കിട്ടീന്. നമ്മളെ റോഡ് ഉണ്ടാക്കുകയാണ് മൂപ്പര്, മഞ്ഞൊക്കെ മാറ്റി. ലാസ്റ്റ് പോയിന്റ് ആണ് കണ്ടോ. ബങ്കേഴ്സ് ആൻഡ് ടൂറിസ്റ്റ് വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ് ഇൻ ദിസ് പോയിന്റ്. ഇവിടെ വരെ ടൂറിസ്റ്റ് വെഹിക്കിളിൽ അലൗഡ് ആവുള്ളൂ. ഇതാണ് 0 പോയിന്റ്. അവിടെ നിന്ന് ടയറെല്ലാം സ്നോ മൂടിയിട്ടുണ്ട്. കടയിലേക്ക് വഴി വെട്ടുകയെന്ന് കേട്ടിട്ടുണ്ട്. കടയിലേക്ക്, സ്വന്തം കടയിലേക്ക് വഴി വെട്ടുകയാണ് അവര്. ദൂരത്ത് ചെന്നെത്തേണം. മഞ്ഞു പെയ്യണ മരകുളിരണ മകരമാസ പെണ്ണെ മഴയിറങ്ങി പുഴയിറങ്ങി വാ. कबूतर किधर है? व्हाइट कबूतर दिखा? हाँ नहीं अरे किधर है? ऊपर जा रहा है. देखा नहीं है. हाँ देखा. പ്രാവിനെ പോലത്തെ ഒരു പക്ഷിയെ കണ്ടു. അത് എന്താന്ന് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. സ്നോ ലെപ്പേർഡിനൊക്കെ തിരയുന്നുണ്ടായിരുന്ന ആൾക്കാർ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ത്രില്ലായിരുന്നു. പാട്ടും ഡാൻസും. वीडियो कुछ मेरे को हार्ड डिस्क फुल हो गया. मेरा हार्ड डिस्क फुल हो गया ना. വരും മനസ്സിലായോ? അതിങ്ങനെ കയറി വരും. എന്ത് ഭംഗിയാന്ന് അറിയാം. ഇതിലും ഭംഗിയാ. പക്ഷെ എന്ത് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഫോഗ് അടിച്ചു കളഞ്ഞു. നാട്ടിലെവിടെയാ? എറണാകുളം അല്ലേ? പേരെന്താ? വണ്ടി ഓടിച്ചു വന്നു അവിടുന്ന്. എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേറ്റ് കവർ ചെയ്തു? ശരി, പൊളിക്ക്. സൂപ്പർ. എവിടെ ചെന്നാലും ഓരോ മലയാളികൾ ഉണ്ടാവുന്ന കേട്ടില്ലേ? ഞാൻ വാങ്ങിച്ചെന്നു. അവിടെ ഞങ്ങൾ മഞ്ഞിൽ കളിക്കുമ്പോൾ ഒരു ജവാൻ വന്നിട്ട് നാട്ടിലെവിടെയാന്ന് ചോദിച്ചു. അത്ര സന്തോഷം വേറെ ഒന്നും കിട്ടിയില്ല. അതേമാതിരി ഇവിടെ ഒരാൾ വന്നു, KL വണ്ടി. ഭയങ്കര സന്തോഷമായി. നമ്മുടെ അണുവാവും, വണ്ടി അണുവാവും. അത്രയും മോശമാണ്. ഞാൻ ഓപ്പൺ അടിച്ച്. അതിന് ഓപ്പൺ അടിച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും. അതെ സത്യം. ഇത് അവിടുന്ന് ചവിട്ടി കൊണ്ടുവരുന്ന. യുംതാങ് വാലിയിലെ ഒരു പാൻ യൂസ് ടോയ്ലറ്റ് നോക്കി. റൂഫിൽ നിറച്ചും സ്നോ. ഇവിടെ വീടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സ്നോ പെയ്തിട്ട് ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്.
നസർ മാഷ് നമ്മളോടൊപ്പം ഉണ്ട്, നമ്മുടെ സിക്കിം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു സിക്കിം? അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ലേഡീസിന് വലിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോയ്ലറ്റ് ഒരു ഇഷ്യൂ ആണ്. സിക്കിം ഗവൺമെൻറ് നല്ല പൈസ വാങ്ങുന്നുണ്ട്, പക്ഷേ ഇത്രയും ലേഡീസിന് കംഫർട്ടായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ടോയ്ലറ്റ് സത്യമായിട്ടും അർജൻറ്റായിട്ട് വേണം. സിക്കിം ഗവൺമെൻറ്റിനുള്ള അഭ്യർത്ഥനയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഭംഗി? സൈറ്റ് സീയിങ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും സ്നോ കിട്ടിയ ഒരു യാത്രയാണ്. മാത്രമല്ല ഈ മരങ്ങളിൽ സ്നോ കിട്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ, ക്രിസ്മസ് ട്രീലല്ലേ? അതെ ക്രിസ്മസ് ട്രീൽ, വെരി വെരി ബ്യൂട്ടിഫുൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവന്റ് വൻ വിജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ അടിപൊളിയായിരുന്നു. ഇവന്റ് അടിപൊളിയാണ്, വളരെ കുറഞ്ഞ സംഖ്യകളിൽ ചെയ്തു. അതെ. അപ്പോൾ യുംതാങ് വാലിയിലാണ് കേട്ടോ. ഇവിടുത്തെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ചെയിൻ ഇടും സ്നോയിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ലാച്ചും ട്രൗട്ട് ഫാം. ട്രൗട്ട് ഫിഷ് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഹിമാചലിലും അതുപോലെ ഉയരുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫിഷാണ്. നല്ല ടേസ്റ്റി ഫിഷാണ്. അത് കാണാൻ വേണ്ടി വന്നതാണ്. എന്താണ്? സൂപ്പർ. ഇതിന് പേരറിയാമോ? ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാം. അവിടെ റോഡോണ്ട്. ഇത് നിറച്ചുണ്ടല്ലോ. അതാണ് ഇവിടെ മറ്റേ എന്താ പറയാ, അതെ അതിവിടെ എക്സസൈസ് ചെയ്യിപ്പിച്ചു. പിന്നെ പാമ്പും ഹീറ്റ് കൊടുത്തു, നമ്മൾ ഓക്സിജൻ കൊടുത്തു. നമ്മളെ കയ്യിലുള്ള ഓക്സിജൻ അല്ലേ കൊടുത്തരാ? അല്ലേ, അവരുടെ കയ്യിലുള്ള ഓക്സിജൻ. 0 പോയിന്റ് കണ്ടു. ലാച്ചിങ്ങിലാണ് സ്റ്റേ. ആ സ്നോ എല്ലാം ഉരുകി വരുന്ന ഒരു ചെറിയൊരു പുഴയുണ്ട് ഇവിടെ. നല്ല രസമായിരുന്നു. അതിൻ്റെ സൈഡിൽ പോയിരുന്നു ഞങ്ങളെല്ലാവരും. ക്യാൻറ്റീനാണ് ആർമിയുടെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വന്നപ്പം. ഡെക്കാത്തിലോണാണ് ഒരു ചെറിയ ഡിസ്കംഫർട്ട് വന്ന് അവരെ ആർമിയുടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നിരുന്നു. ഈ അമിതാഭ് ബച്ചൻ വാട്ടർഫാൾസ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഫോഗായിരുന്നു. ഇതൊന്നും ഇവിടുത്തെ ഒരു ഇതല്ല, കാരണം ഇവിടെയൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവർക്കൊന്നും പുത്തരില്ല. റോഡിൻ്റെ അവസ്ഥ ഭീകരമാണ്. ഇത് നമ്മളെ ഇറക്കി നടത്തി. ഞങ്ങളെ വണ്ടി ഇതാ ഇന്നോവ ക്രിസ്റ്റയാണ്. ഞങ്ങളെ വണ്ടിൻ്റെ കണ്ടീഷൻ बहुत खराब है. हमारा गाड़ी का ड्राइवर सीजन रहा है वो नूरडी. സിക്കിമിൽ റോഡ് പണിയൊക്കെ ഒരു മഴ ചെയ്താൽ ഇവിടെ ഇതാണ് അവസ്ഥ. റോഡ് പണി ചളിയും പിളി നായാട്ടും ഒക്കെ ആയിട്ട് അലമ്പ് കണ്ടീഷനാണ്. അവിടെ പാറ പൊട്ടിക്കാണ്, ഇവിടെ മണ്ണ് നീക്കം ചെയ്യാണ്. അതാണ് സിങ്താം റിവർ. സിക്കിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മലകൾ മാത്രമുള്ളൂ, നേരായ ഒരു വഴി തന്നെയല്ല. എപ്പോൾ ആണെങ്കിലും ലാൻഡ് സ്ലൈഡും അതുപോലെ ഇതുപോലുള്ള റോഡ് വലുതാക്കുന്ന പണികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഇച്ചിരി ഡേഞ്ചറസ് റൂട്ടുകളാണ് ഇവിടെ. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ദിവസം എക്സ്ട്രാ പ്ലാൻ ചെയ്യണം നന്നായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ നാളെയാണ് ഫ്ലൈറ്റ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസം ഇന്ന് ട്രാവലിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെച്ചത് അതുകൊണ്ടാണ്. ഇത് പോയാൽ പിന്നെ അടുത്ത റോഡ് ക്ലിയർ ആക്കും JCB. അടുത്ത വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണ്. ഞങ്ങൾ സിങ്താമിലെത്തി, അതായത് ഗാങ്ടോക്കിൽ നിന്ന് NJPക്ക് പോകുന്ന റൂട്ടിലേക്ക് എത്തി. നോർത്ത് സിക്കിമിൽ നിന്ന് വരുമ്പോൾ ഇവിടെയാണ് ജോയിൻ ചെയ്യുക. എത്ര മോശം റോഡായിരുന്നു. അവസാനം നല്ല റോഡിലെത്തി. റാഫ്റ്റിംഗ് ആണ്, ഇതാണ് റാഫ്റ്റിംഗ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ വെള്ളം കുറവായതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓർഡർ ചെയ്തിരുന്നു, അത് കഴിക്കാൻ വേണ്ടി ബാൽക്കണിയിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ സിക്കിം എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ അടുത്ത യാത്രയിൽ സിക്കിം ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് സിക്കിം ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ കോൺടാക്ട് നമ്പേഴ്സും ഹെൽപ്പ് ലൈൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ ബന്ധപ്പെട്ട നല്ലൊരു സിക്കിം യാത്ര എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.